ഭാസ്കർ, ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചതിന് 3 ദിവസം മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുദ്ധം തീരുന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ദിവസങ്ങൾക്കകം യുദ്ധം ജയിച്ച് ഇറാനെ തവിടുപൊടിയാക്കി മടങ്ങുമെന്നാണെങ്കിൽ പിന്നീട് അത് സാധ്യമല്ല, ഇറാൻ ശക്തമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഡീലിന് വേണ്ടി കെഞ്ചുകയാണ്, ഞങ്ങൾ ഡീലിന് തയ്യാറാകുന്നു എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുന്നു, ഡീൽ റെഡി എന്ന് ട്രംപ് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്നാൽ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയും സഹമന്ത്രിയും മാത്രമല്ല, മധ്യസ്ഥ ശ്രമത്തിന് നേതൃത്വം കൊടുത്ത പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇന്നലെ ഔദ്യോഗികമായി പറഞ്ഞു, ധാരണയിലെത്തി, ചർച്ചകൾ പൂർത്തിയായി, ഈ വെള്ളിയാഴ്ച സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന്. അധികം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന രാജ്യമല്ല ഇറാൻ. ഇറാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിരുന്നു, സമാധാന ചർച്ച പുരോഗമിക്കുകയാണ്, ഇതിനു മുൻപ് ഇത്തരമൊരു സാധ്യത ഉണ്ടായിട്ടേയില്ല എന്ന്. ഇന്നലെ ഇറാനും പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്തു, കരാർ രൂപരേഖയായി, വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന്. യഥാർത്ഥത്തിൽ മധ്യസ്ഥത വഹിച്ചതും ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തതുമൊക്കെ ഖത്തറാണ്. ഇന്നലെ ദോഹയുടെ മധ്യസ്ഥർ ടെഹ്റാനിലുണ്ടായിരുന്നു. അവസാന ഡ്രാഫ്റ്റിംഗ് അവരുടെ സമ്മർദ്ദം കൂടി കണക്കിലെടുത്താണ് പൂർത്തിയാക്കിയത്. എന്നാൽ ഇസ്ലാമാബാദ് സമാധാന ഉടമ്പടി എന്നായിരിക്കും അറിയപ്പെടുക. കാരണം ഈ വിഷയത്തിൽ അമേരിക്കയും ഇറാനും ആകപ്പാടെ കൂടിക്കണ്ടത് ഇസ്ലാമാബാദിൽ വെച്ചാണ്. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിലാണ് അത് പൊളിഞ്ഞു പോയെങ്കിലും അതല്ലാതെ മറ്റൊരു കൂടിക്കാഴ്ച നടക്കാത്തതുകൊണ്ട്, ആ കൂടിക്കാഴ്ചയ്ക്ക് പേര് കൊടുക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന തരത്തിൽ വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഖത്തറാണ് നേതൃത്വം കൊടുത്തത്, ഖത്തറാണ് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത്, ഖത്തറാണ് സമാധാന കരാറിൻ്റെ അവസാനത്തെ ഡ്രാഫ്റ്റ് പോലും ഇറാനെ വിശദീകരിച്ച് തൃപ്തിപ്പെടുത്തിയത്. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് കരാറിൽ ഒപ്പുവയ്ക്കുന്നപ്പോൾ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലത്തെ സമാധാന കരാറിൻ്റെ കാര്യത്തിൽ ധാരണയിലെത്തിയതുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ ബ്ലോക്കേഡ് പിൻവലിക്കാൻ ട്രംപ് ഉത്തരവിട്ടു. എന്നാൽ ഇറാൻ പറഞ്ഞത് വെള്ളിയാഴ്ച ഒപ്പിട്ടതിന് ശേഷമായിരിക്കും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നത് എന്നാണ്. എന്തായാലും ആദ്യമായി ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചതോടെ യുദ്ധം അവസാനിക്കും എന്ന് എല്ലാവർക്കും ഉറപ്പാവുകയും പശ്ചിമേഷ്യ ഊർജ്ജസ്വലരായി രംഗത്തെത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്ന UAE, അവിടെ നീണ്ട പ്രതിസന്ധിയായിരുന്നു ഇത്രയും കാലം. ആ പ്രതിസന്ധിക്ക് അയവ് വന്നിരിക്കുന്നു. കുതിച്ചുയർന്നുകൊണ്ടിരുന്ന എണ്ണവില താഴോട്ട് വീണു. ഓഹരി വിപണിക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഉണർവുണ്ടായി. കഴിഞ്ഞ 2-3 ദിവസമായി തിരക്കിട്ട ചർച്ചകൾ നടക്കുകയായിരുന്നു. ഏതാണ്ട് ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഇസ്രായേൽ ഇന്നലെ ലെബനോനിൽ വീണ്ടും ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നതും നിരവധി പേരെ കൊല്ലുന്നതും. ഇതോടുകൂടി ഇറാൻ പ്രകോപിതരാവുകയും സമാധാനത്തോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങളുടെ സമയം മെനക്കെടുത്തരുതേ എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. ട്രംപ് ആവട്ടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ വിളിക്കാവുന്ന തെറിയൊക്കെ പച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു. സാധാരണ സായിപ്പന്മാർ സംഭാഷണ മധ്യേ ഉപയോഗിക്കുന്ന എഫ് വേർഡ് പലതവണ ഉപയോഗിച്ചാണ് ട്രംപ് ഇന്നലെ പരസ്യമായി നെതന്യാഹുവിനെ ചീത്ത വിളിച്ചത്. പക്ഷെ നെതന്യാഹു കമാന്നൊരക്ഷരം പ്രതികരിച്ചില്ല. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നത് തന്നെയാണ്. ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുമ്പോൾ ഞങ്ങൾ കൈയും കെട്ടി നിൽക്കില്ല. സമാധാന കരാറെങ്കിൽ ഹിസ്ബുള്ളയോടും മിണ്ടാതിരിക്കാൻ പറയണം. അതുപോലെ തന്നെ ഈ സമാധാന ശ്രമത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി നിലനിൽക്കുന്നത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പ്രശ്നമാണ്. സമാധാന കരാറിൽ ലെബനോനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സമാധാന കരാർ നിലവിൽ വന്നാൽ ഇസ്രായേൽ ലെബനോന് നേരെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമിക്കാൻ പാടില്ല എന്ന ഇറാൻ്റെ ശാഠ്യത്തിന് വഴങ്ങിയെന്നർത്ഥം. എന്നാൽ ഇസ്രായേൽ പറയുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ തങ്ങൾക്കിത് ബാധകമല്ല, തിരിച്ചടിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ട്രംപ് നെതന്യാഹുവിനെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. സമാധാനം ആഗ്രഹിക്കാത്ത ഹിസ്ബുള്ള ഇസ്രായേലിനെ പ്രകോപിപ്പിക്കും എന്ന് ആശങ്കപ്പെടുന്നവർ ഏറെയുണ്ട്. അത്തരം പ്രകോപനമുണ്ടായാൽ ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്യും. ഇത് സമാധാന കരാറിനെ ബാധിക്കുമോ എന്നത് മാത്രമാണ് ബാക്കിയാവുന്ന സംശയം. എങ്കിൽ പോലും യുദ്ധം അവസാനിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് ഈ സമാധാന കരാർ ഇറാന് അനുകൂലമായതുകൊണ്ട് തന്നെ ഇത് നടപ്പിലായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അക്ഷരാർത്ഥത്തിൽ വിയറ്റ്നാം യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു തോൽവിയായി മാറുകയാണ് അമേരിക്കയ്ക്ക് ഇറാൻ യുദ്ധവും.
വിയറ്റ്നാം യുദ്ധത്തിൽ ഏതാണ്ട് 58,000 അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നാമമാത്രമായ പട്ടാളക്കാർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. കാരണം അമേരിക്കൻ കരസേന ഇറാനിൽ ഇറങ്ങിയിരുന്നില്ല. പരമ്പരാഗത യുദ്ധരീതിയിലെ മുൻതൂക്കവും വ്യോമാക്രമണത്തിലെ ശേഷിയുമൊക്കെ ആത്മവിശ്വാസത്തോടെടുത്തായിരുന്നു 1965 മുതൽ 73 വരെ നീണ്ട വിയറ്റ്നാം യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങിയത്. പക്ഷെ വിയറ്റ്നാമിൻ്റെ തുരങ്കങ്ങളും അവരുടെ ഗറില്ല പോരാട്ടങ്ങളും അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമൊരുക്കി. 58,000-ഓളം അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് വിയറ്റ്നാമികളെയും വിയറ്റ്നാം പട്ടാളത്തെയും കൊന്നൊടുക്കിയെങ്കിലും അമേരിക്കയ്ക്കൊടുവിൽ തോറ്റു പിന്മാറേണ്ടി വന്നു. 73-ൽ പാരീസിൽ വെച്ചൊരു സമാധാന കരാറിൽ ഒപ്പിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞാണ് അമേരിക്ക പിന്മാറിയതെങ്കിലും 2 വർഷത്തിനകം നോർത്ത് വിയറ്റ്നാം പിടിച്ചെടുത്ത് ഏകീകൃത കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാമാക്കിയാണ് അവർ പകവീട്ടിയത്. സമാനമായ സാഹചര്യമാണ് വാസ്തവത്തിൽ ഇറാനിലും സംഭവിച്ചത്. 3 ദിവസം കൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇൻ്റലിജൻസ് മികവിൽ ഇറാനെ സമ്പൂർണ്ണമായും തരിപ്പണമാക്കാം, ഇറാൻ നേതൃത്വത്തെ മുഴുവൻ വധിക്കാം എന്ന ആത്മവിശ്വാസത്തിൽ ആ കൊലപാതക പരമ്പരയോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖുമൈനി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടെങ്കിലും ഇറാൻ കൃത്യമായ നീക്കങ്ങളോടെ യുദ്ധം മുമ്പോട്ട് നയിച്ചു. ഒരു തരത്തിലും യുദ്ധം വിജയിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ തടിതപ്പാൻ വേണ്ടി ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ് പിന്മാറി. ഈ വെടിനിർത്തൽ കാലഘട്ടത്തിൽ അമേരിക്ക തച്ചുടച്ച മിസൈൽ വേദ സംവിധാനങ്ങളൊക്കെ ഇറാൻ വീണ്ടും പുനർനിർമ്മിച്ചു. ഏതാണ്ട് 75% ഇറാന്റെ കപ്പാസിറ്റി വീണ്ടെടുക്കാൻ അവർക്ക് ചെറിയ കാലയളവിൽ കഴിഞ്ഞു. അങ്ങനെ ഓരോ സമയം ട്രംപിൻ്റെ ഭീഷണികളും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണങ്ങളും ഒന്നും ഇറാനെ തളർത്തിയില്ല. ഇറാൻ തുടർച്ചയായി പശ്ചിമേഷ്യയിലെ അയൽ രാജ്യങ്ങളെ മാത്രമല്ല ഇസ്രായേലിനെയും ആക്രമിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും തലയുരാനുള്ള ശ്രമമായി ട്രംപ്. പക്ഷെ ഒന്നിനും ഇറാൻ വഴങ്ങിയില്ല. ഇറാന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തന്നെ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി എന്നായിരുന്നു ഇറാന്റെ പിടിവാശി. ഒടുവിൽ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് 60 ദിവസത്തെ വെടിനിർത്തലിന് ഇറാൻ തയ്യാറാവുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ വെള്ളിയാഴ്ച സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ നിർണായകമാകുന്നത് 60 ദിവസമാണ്. ഈ 2 മാസ കാലയളവിലെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ. എന്നാൽ വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്യുകയും ഇറാൻ ഏതാണ്ട് വിജയിക്കുകയും ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അമേരിക്കൻ സേന മറ്റ് വഴികളൊന്നുമില്ലാതെ തോറ്റോടി. അവർക്ക് ഞങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് സമ്പൂർണ്ണ വിജയമാണിതെന്ന് ഇറാൻ പട്ടാളം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അമേരിക്ക അതേക്കുറിച്ച് പ്രതികരിച്ചു പോലുമില്ല. വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ തീരുമാനം. കരാർ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടത് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് അമേരിക്ക പിൻവലിക്കുകയാണ്. തൊട്ടു പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് സാധാരണ ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. കാര്യത്തിൽ ഇറാനാണ് വിജയിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇറാന് മാത്രം നിയന്ത്രിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കൊക്കെ വേണം എന്ന് പറഞ്ഞായിരുന്നു ട്രംപ് ബ്ലോക്കേഡിനിറങ്ങിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇറാന്റെ നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അത് തുറക്കാൻ സമ്മതിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, എണ്ണ വിൽപ്പനയിൽ മേൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കുകയാണ്. ഇറാന് എണ്ണ വിൽക്കാനും വാങ്ങാനുമുള്ള അവകാശം തിരിച്ചു കിട്ടും. മൂന്നാമത്തേത്, ഇറാന്റെ 25 ബില്യൺ അമേരിക്കൻ ഡോളർ മരവിപ്പിച്ച സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കും. ലോകമെമ്പാടും ഇറാനുള്ള നിക്ഷേപങ്ങൾ അമേരിക്ക മരവിപ്പിച്ചിരുന്നു. ആ മരവിപ്പിക്കൽ ഉത്തരവ് പിൻവലിക്കുകയും ഇറാന് ക്യാഷായി തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ അനുമതി കൊടുക്കുകയും ചെയ്യും. ഏറ്റവും വിചിത്രവും എന്നാൽ വ്യക്തവുമല്ലാത്തത് അടുത്ത ധാരണയാണ്. ഇറാനെ പുനർനിർമ്മിക്കാൻ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ മുൻകൈയെടുക്കുമെന്നതാണ്. എന്ന് വെച്ചാൽ അമേരിക്ക ബോംബിട്ട് തകർത്തതൊക്കെ അമേരിക്കയുടെ നേതൃത്വത്തിൽ തിരിച്ച് പണിതു കൊടുക്കേണ്ടി വരും. സഖ്യരാജ്യങ്ങൾ എന്ന് പറഞ്ഞ് അമേരിക്ക കൈയൊഴിയുമ്പോഴും ഇറാന് ഇതിനേക്കാൾ വലിയ നേട്ടമുണ്ടാവാനില്ല. അമേരിക്കൻ ഇസ്രായേൽ ബോംബുകളിൽ തച്ചുടയ്ക്കപ്പെട്ട ഇറാനിയൻ കെട്ടിടങ്ങളൊക്കെ പുനർനിർമ്മിക്കാനുള്ള ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കും. അടുത്ത നിബന്ധനയാണ് അതിനേക്കാൾ ഞെട്ടിക്കുന്നത്. യുറേനിയൻ സമ്പുഷ്ടീകരണം തൽക്കാലം നിർത്തിവെക്കാൻ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. അണുവായുധം ഉണ്ടാക്കില്ല എന്നും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ പുതുമയൊന്നുമില്ല. ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അണുവായുധം ഉണ്ടാക്കാൻ വേണ്ടിയല്ല തങ്ങൾ യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തുന്നതെന്നാണ്. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ മാറണം എന്നായിരുന്നു അമേരിക്കയുടെ ഇതുവരെയുള്ള ഡിമാൻഡ്. എന്നാൽ ഈ കരാർ അനുസരിച്ച് ഇതുവരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് സൂക്ഷിക്കാം. തൽക്കാലത്തേക്ക്, അതായത് ഈ ചർച്ച നടക്കുന്ന കാലയളവിലേക്ക് 60 ദിവസത്തെ കാലയളവിലേക്ക് യുറേനിയൻ സമ്പുഷ്ടീകരണം തുടരുകയില്ല എന്ന് പറയുമ്പോഴും ഇറാൻ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വഴിയൊന്നുമില്ല.
ആരെങ്കിലും പരിശോധിക്കും എന്ന് ഉറപ്പൊന്നും കരാറിലില്ല. അണുവായുധം ഉണ്ടാക്കില്ല എന്നത് ഇറാൻ മുമ്പ് മുതൽ പറയുന്നതാണ്. അണുവായുധത്തിന് വേണ്ടിയാണ് ഇറാൻ ഇത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് തടയാൻ വേണ്ടിയായിരുന്നു യുദ്ധം പ്രഖ്യാപിച്ചത്. എന്നാൽ അതിൽ പോലും ഒരു മാറ്റവും ഉണ്ടാക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞില്ല. ഇറാൻ തൽക്കാലത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോഴും യുറേനിയം സ്റ്റോക്ക് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ യുദ്ധം ആരംഭിക്കാനുള്ള കാരണത്തിൽ സമ്പൂർണ്ണ തോൽവിയാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന 60 ദിവസം അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടത്തും. ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ധാരണയിലെത്തേണ്ടത് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല എന്നാണ് ഇറാൻ പറയുന്നത്. അതേസമയം മറുഭാഗത്ത് ഇറാൻ്റെ മേലുള്ള സമ്പൂർണ്ണ ഉപരോധം പിൻവലിക്കണമെന്ന ആവശ്യവും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും തോറ്റാണ് അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതെങ്കിലും ട്രംപ് പറയുന്നത് ലോകത്തിന് മാതൃകയാണ് താനെന്നാണ്. അമേരിക്കയിൽ ഇതിനു മുമ്പ് കുറേ പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്. ആർക്കും ഇതുവരെ നേടാൻ കഴിയാത്ത നേട്ടം താനുണ്ടാക്കി. ഇറാനുമായി താൻ സമാധാന കരാറിലെത്തി. നോക്കൂ, താനില്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ഇന്നലെയും ഒരുപാട് ഡയലോഗ് വിട്ടിട്ടുണ്ട്. ആകെ തോറ്റമ്പി കീഴടങ്ങിയിട്ടും എങ്ങനെയൊക്കെ പറയാനുള്ള ആത്മവിശ്വാസം ട്രംപിനല്ലാതെ മറ്റേതെങ്കിലും ഒരു ലോക നേതാവിനുണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല.